നമുക്ക് കുറച്ച് കാന്താരി മുളകൊക്കെ പറിച്ചെടുക്കാവേ. കാന്താരി മുളക് ഇട്ട് നമുക്കിന്നൊരു മീൻ പീര വെക്കണം. അപ്പം നമുക്ക് ആദ്യം മുളകൊക്കെ പറിച്ചെടുക്കാം. മുളകൊക്കെ പറിച്ചിട്ട് വന്ന് പിന്നെ നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പറിച്ചെടുത്ത കാന്താരി മുളകൊന്ന് ചതച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോഴത്തേന് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളും തേങ്ങയും എല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കാന്താരി മുളക് ചേർക്കുന്നതുകൊണ്ട് തന്നെ എരിവുണ്ട്, എന്നാലും ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു കളറിനും. പിന്നെ അതുപോലെ തന്നെ ഇനി എരിവ് കുറവാണെങ്കിൽ അതും കൂടെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പുളിയും ഉപ്പും കൂടെ ഒന്നിച്ചൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അത് പിടിച്ചോളും. അപ്പം നമ്മുടെ അരപ്പിലേക്ക് ഈ പുളിയും ഉപ്പും കൂടെ ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചാറാക്കുന്നുണ്ട്. കുറച്ച് ചാറായിട്ടാണ് വെക്കുന്നത്. കാന്താരി മുളകൊക്കെ പൊങ്ങിക്കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് മെയിൻ ആളെ കാണിച്ചില്ലല്ലോ, കുഞ്ഞു മത്തി, അതുകൊണ്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളൂ, മൂന്ന് ഇതാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചാറ് തിളച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ മത്തി കഷ്ണങ്ങളും കൂടെ അതിനകത്തേക്കിട്ട് എല്ലാം ഒന്ന് ഇളക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റോളം വെക്കും കേട്ടോ. പിന്നെ അതൊന്നുകൂടെ നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുവേ. അങ്ങനെ കറിയൊക്കെ കുറുകി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ മീൻ പീര. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.